എല്ലാ പത്രങ്ങളിലും പറയുന്നത് മണിപ്പൂരിനെ കുറിച്ച് തന്നെയാണ്. മണിപ്പൂർ ആളി കത്തിക്കൊണ്ടേയിരിക്കുകയാണ്, ഒരു ശമനമില്ലാതെ. മണിപ്പൂരിലെ യുദ്ധം അവസാനിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മൾ കുറേ നാളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരിക എന്നുള്ളൊരു അവസ്ഥ ആലോചിക്കുമ്പോൾ എന്തോ പോലെ. കാരണം ഒരു ദിവസം പോലും നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല ഈ മണിപ്പൂരിലെ കലാപം അവസാനിച്ചു, മണിപ്പൂരിന് ശാന്തത കൈവരിച്ചു, സർക്കാർ അവർക്ക് അനുകൂലമായിട്ടുള്ള നടപടി സ്വീകരിച്ചു, കലാപം നിർത്തി, അങ്ങനെ ഒരു വാർത്ത പറയാനുള്ളൊരു നമുക്ക് പറ്റുന്നില്ല. ഓരോ ദിവസം നമ്മൾ എന്താ പറയുക, വീണ്ടും മണിപ്പൂരിൽ പ്രശ്നങ്ങൾ, കലാപങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു, മണിപ്പൂർ കത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഇന്നും അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് കനലടങ്ങാതെയാണ് മണിപ്പൂർ ഇപ്പോഴും. ഇംഫാൽ താഴ്വരയിലെ കലാപം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. 2 മന്ത്രിമന്ദിരങ്ങൾ കൂടിയാണ് അവർ കത്തിച്ചിരിക്കുന്നത്. അതായത് 4 MLA-മാരുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. പിന്നെ മൃതദേഹങ്ങൾ 2 കൂടി അവർ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അമിത്ഷാ ഒരു സുരക്ഷായോഗം വിളിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം പ്രതികരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോദിജിയും കൂടെ പ്രതികരിക്കാനായിട്ട് തുടങ്ങിയാൽ ഒരുപക്ഷെ കലാപം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. ബന്ദികളാക്കിയ 8 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ ഒരു കുടുംബത്തിലെ 6 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്ന് ഇംഫാൽ താഴ്വരയിലുണ്ടായ സംഘർഷം തുടരുന്നു. മണിപ്പൂർ മന്ത്രിസഭയിലെ 2ാമനായ തോങ്കാം ബിശ്വജിത്തിൻ്റെയും 3ാമനായ ഗോവിന്ദാസിൻ്റെയും വീടുകൾക്ക് ജനക്കൂട്ടം ഞായറാഴ്ച പുലർച്ചെ തീയിട്ടു. അപ്പം 8 മാസം ബന്ദികളാക്കി വെച്ച പ്രായമുള്ള കുഞ്ഞിനെ ഉൾപ്പെടെയാണ് അവർ 8 മാസമായിട്ട് ബന്ദികളാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ 6 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്നാണ് ഇപ്പം ഇംഫാൽ താഴ്വരയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ബേസിൽ അവർ അവിടുത്തെ MLA ആയ തോങ്കാം ബിശ്വജിത്തിൻ്റെയും ഗോവിന്ദാസിൻ്റെയും വീടുകൾക്ക് നേരെയാണ് ജനക്കൂട്ടം ആക്രമണം നടത്തിയത്. അതായത് ഞായറാഴ്ചയാണ് ഇവരുടെ 2 പേർ, ഈ MLA-മാരുടെ 2 പേരുടെയും വീടിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇംഫാൽ നഗരത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹോർഡിങ്ങുകൾ, അതായത് പരസ്യ ഹോർഡിങ്ങുകളൊക്കെ അവർ തകർക്കുകയൊക്കെ ചെയ്തു. കാരണം ഇത്രയും നാളായിട്ട് അദ്ദേഹം പ്രതികരിക്കാതെ വന്നപ്പോൾ നമ്മളെന്തായാലും അങ്ങനെ ചെയ്യുള്ളൂ. ഇപ്പം നമ്മളാണെങ്കിൽ ഈ ഗവർണറുടെ ഒരു കേസ് വന്നപ്പോൾ നമ്മൾ ഗവർണറുടെ കോലമൊക്കെ കത്തിച്ച പോലെ അല്ലേ, കോലമൊക്കെ കത്തിച്ചതുപോലെ ഇപ്പം നരേന്ദ്രമോദി പ്രതികരിക്കാത്തതിൽ അവർ അദ്ദേഹത്തിൻ്റെ പരസ്യ ഹോർഡിങ്ങുകളൊക്കെ തകർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ജിരിബാമിലാണെങ്കിൽ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അസം അതിർത്തി പുഴയിൽ ഒരു മെയ്തേയ് വനിതയുടെയും ജിരിബാമിലെ അഗൽപൂരിൽ കുക്കി യുവാവിൻ്റെയും മൃതദേഹമാണ് കണ്ടെത്തിയത്. അപ്പം മെയ്തേയ് വിഭാഗത്തിലെയും കുക്കി വിഭാഗത്തിലെയും ആളുകളുടെ 2 പേരുടെ മൃതദേഹമാണ് ഇന്നലെ കണ്ടെത്തിയിരിക്കുന്നത്. ഗർഭിണിയായ ഭാര്യയെ കാണാനെത്തിയ ഹോംജോൾ ഡൊങ്കൽ എന്ന യുവാവിനെ മെയ്തേയ് വിഭാഗക്കാർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കുക്കി സംഘടനകൾ പറഞ്ഞു. അപ്പം തൻ്റെ ഗർഭിണിയായ ഭാര്യയെ കാണാനെത്തിയ ഒരു യുവാവിനെ മെയ്തേയ് വിഭാഗക്കാർ തട്ടിക്കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് കുക്കി സംഘടനകൾ പറയുന്നത്. ഇതോടെ ജിരിബാമിൽ മാത്രം 10 ദിവസത്തിനകം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20. അപ്പം ജിരിബാമിൽ തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20 ആയിരിക്കുകയാണ്. മെയ്തേയ് കുടുംബത്തിലെ കൊല്ലപ്പെട്ട 2.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ തല ഛേദിച്ച നിലയിലായിരുന്നു. എന്താ ഒരവസ്ഥ! 2.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ തല ഛേദിച്ച നിലയിലാണ് മെയ്തേയ് കുടുംബത്തിലുള്ള കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ ബീരേൻ സിംഗ് കഴിഞ്ഞാൽ ഏറ്റവും പ്രബലരായ മന്ത്രിമാരായ വിശ്വജിത്തിൻ്റെയും ഗോവിന്ദാസിൻ്റെയും വീടുകൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് അത്രയ്ക്ക് അടക്കാൻ പറ്റാത്ത രോഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും ജനങ്ങൾ പ്രതികരിക്കുകയല്ലേ ചെയ്യുള്ളൂ. ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ കൊല്ലുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഗാസയിൽ കേൾക്കുന്ന പോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്ന പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും ഇത് സംഭവിക്കുന്നു. കാരണം കുഞ്ഞിൻ്റെ തലയൊക്കെ ഛേദിക്കപ്പെട്ട നിലയിലൊക്കെ കാണുമ്പം ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ അങ്ങനെ നമുക്ക് കാണുമ്പോൾ ഒരു വാത്സല്യം തോന്നുന്നതാണ് കുഞ്ഞുങ്ങളോട്. അവരുടെ തല ഛേദിക്കുക എന്നൊക്കെ പറയുമ്പം നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. പിന്നെ കിടപ്പുമുറിയിലുള്ള സാധനങ്ങളെല്ലാം തീയിട്ടു. അതുപോലെ അവിടെയുള്ള സാധനങ്ങളെല്ലാം അവർ എടുത്തുകൊണ്ട് പോയി. ശനിയാഴ്ച രാത്രിയായിരുന്നു ആക്രമണം നടത്തിയിരിക്കുന്നത്. പിന്നെ NPPയുടെ പിന്തുണ പിൻവലിച്ചു. മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരുന്നതിന് പരാജയപ്പെട്ടെന്ന് ആരോപിച്ച് ബീരേൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ സഖ്യകക്ഷിയായ മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി പിൻവലിച്ചു. അപ്പം സമാധാനം കൊണ്ടുവരുന്നതിന് പരാജയപ്പെട്ടു ബീരേൻ സിംഗിൻ്റെ
സർക്കാരെന്ന് പറഞ്ഞു ആരോപിച്ചിട്ടാണ് ഈ പിന്തുണ അവർ പിൻവലിച്ചിരിക്കുന്നത്. 60 അംഗ നിയമസഭയിൽ NPPക്ക് 7 MLA-മാരാണുള്ളത്. BJPക്ക് 37 MLA-മാരുണ്ട്. 10 കുക്കി MLA-മാർ രാജിവെച്ചാലും സ്വതന്ത്രർ, NPF, JDU തുടങ്ങിയ പാർട്ടികളുടെ പിൻബലത്തോടെ സർക്കാരിന് ഭൂരിപക്ഷം. അപ്പോൾ NPP അവരുടെ പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ്. പിന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് സമാധാനം ഉറപ്പാക്കാനായിട്ട് സാധ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ്. അപ്പം സ്വീകരിക്കാനായിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം ഉത്തരവ് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലികൾ റദ്ദാക്കി ഡൽഹിയിലെത്തിയാണ് അമിത്ഷാ സുരക്ഷാ അവലോകന യോഗം വിളിച്ചു ചേർത്തത്. അപ്പം മഹാരാഷ്ട്രയിലുള്ള തെരഞ്ഞെടുപ്പ് റാലി റദ്ദാക്കിയിട്ടാണ് അദ്ദേഹം വന്ന് സുരക്ഷാ അവലോകന യോഗം വിളിച്ചു ചേർത്തത്. നാളെ 12-ന് നോർത്ത് ബ്ലോക്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്പം സ്ഥിതിഗതികൾ വിലയിരുത്താനായിട്ട് അമിത്ഷാ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഇത് പരിഹാരം കാണട്ടെ. അതുപോലെ തന്നെ 7 ജില്ലകളിൽ കർഫ്യൂ ഇപ്പോഴും തുടരുകയാണ്. CPRFനെ പ്രധാന കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്. അപ്പം 7 ജില്ലകളിൽ കർഫ്യൂ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അവിടുത്തെ പ്രശ്നം കൂടുതൽ വഷളാകാതെ എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. എന്തായാലും അമിത്ഷാ ഒരു യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അതിൽ നിന്ന് നമ്മുടെ മോദി വന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ ഒരുപാട് ഇനിയും കൂടുതലാവാതെ അതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്ത്, കാരണം ഇതിപ്പം ഒരു സ്റ്റേറ്റിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇനി അത് നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റേറ്റിലോട്ട് വ്യാപിക്കാതെ, അതിപ്പം നമ്മൾ ഓരോ നിമിഷം നമ്മൾ ഗാസയിലെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ. മാധ്യമ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, കുഞ്ഞുങ്ങൾ, വൃദ്ധർ എന്നൊന്നില്ലാതെയാണ് ഗാസയിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം ആ ഒരു അവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ വന്നാൽ എങ്ങനെയായിരിക്കും? കാരണം എല്ലാവരും പറയുന്ന മതേതരത്വമുള്ള രാജ്യമാണ് ഇന്ത്യ, നമ്മൾ എന്ത് വന്നാലും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം നടന്നു. ഇന്നലെ പള്ളികളൊക്കെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വൈവിധ്യങ്ങളെ, എല്ലാ മതങ്ങളെയും ഒരുപോലെ ആചരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇന്ത്യ എന്ന രാജ്യത്ത് തന്നെ ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും അത് വലിയൊരു കലാപത്തിലേക്കാണ് പോകുന്നത്. വീണ്ടും നമ്മൾ ഒരു ഗാസ ആവാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു ഇസ്രായേൽ ആവാണ്ടിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഭരണാധികാരികൾ അതിനനുസരിച്ച് എന്തെങ്കിലും നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവില്ല. അപ്പം ഇത്രയും നാളായിട്ടും ഇവർ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇതും സംഭവിക്കുന്നില്ല. അവർ മറുപടി നൽകുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രധാനമന്ത്രിക്ക് പ്രതികരിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് അവിടെ വരെ പോയി സന്ദർശിച്ച് അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നറിഞ്ഞ് എല്ലാം തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം മൗനം പാലിക്കുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.